ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ചിറ്റുമല ദേവീക്ഷേത്രത്തിലാണ്. ഇവിടെ ഉത്സവം നടക്കുകയാണ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പ്രകൃതി ദേവി കനിഞ്ഞനുഗ്രഹിച്ച നാടാണ് കല്ലട ദേശം. പുഴകളും വയലേലകളും നിറഞ്ഞ കാർഷിക സമൃദ്ധിയാൽ നിറഞ്ഞ നാട്. ഇവിടെ ചിറ്റുമല കുന്നിൻ മുകളിൽ അഭീഷ്ട വരദായിനിയായി ശ്രീ ദുർഗാദേവി കുടികൊള്ളുന്ന മഹാക്ഷേത്രമാണ് ചിറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രം. 16 കരകളുടെ ദേശദേവതയായി ഭഗവതി ഇവിടെ നിലകൊള്ളുന്നു. ഒരിക്കൽ മലമുകളിൽ പുല്ലരിയാൻ എത്തിയ ചിറ്റ എന്ന സ്ത്രീ കത്തിക്ക് മൂർച്ച കൂട്ടാനായി സമീപത്ത് കിടന്ന കല്ലിൽ ഉരച്ചു. ഇതോടെ കല്ലിൽ നിന്നും ചോര പൊടിഞ്ഞു. ഇത് കണ്ട ചിറ്റ വാവിട്ടു നിലവിളിച്ചു. ഓടിക്കൂടിയ നാട്ടുകാർ ആ കല്ല് തിരിച്ചിട്ട് നോക്കിയപ്പോൾ ചേതോഹാരിയായ ദേവിയുടെ വിഗ്രഹം കാണുകയും ഭയഭക്തി ബഹുമാനത്തോടെ പിന്നീട് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം. ചിറ്റ കണ്ടുപിടിച്ച സ്ഥലമായതിനാൽ ആണ് ഇവിടം പിൽക്കാലത്ത് ചിറ്റുമല എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ദേശിംഗനാട് രാജാവിൻ്റെ അധീനതയിൽ ആയിരുന്ന ക്ഷേത്രം നാട്ടുരാജാക്കന്മാരുടെ യുദ്ധത്തെ തുടർന്ന് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ നിയന്ത്രണത്തിലായി. ക്രമേണ ക്ഷേത്രം ജീർണാവസ്ഥയിലായി. ഇതോടെ 16 കരകളിൽ നിന്നുള്ള ആളുകളുടെ കൂട്ടായ്മയിൽ ക്ഷേത്രം പുനരുദ്ധരിച്ചു. ഇപ്പോൾ കൊല്ലം ജില്ലയിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചിറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രം. വിളിപ്പുറത്തമ്മയായി ചിറ്റുമല കുന്നിൻ്റെ നെറുകയിൽ കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ മീനമാസത്തിലെ പൂരനാളിൽ നടക്കുന്ന ഉത്സവം കാണാൻ ആയിരക്കണക്കിന് ഭക്തർ എത്താറുണ്ട്. ഇവിടുത്തെ പൊങ്കാലയും ചരിത്രപ്രസിദ്ധമാണ്. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ ദിവസവും ഭക്തർ ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ മുന്നിലായി കാണുന്ന ചിറയും പാടങ്ങളും നയനമനോഹര കാഴ്ചകളാണ്. നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടേക്ക് വരിക. കൊല്ലം റൂട്ടിൽ ഭരണിക്കാവിൽ എത്തിയാൽ ചിറ്റുമലയ്ക്ക് ബസ് സൗകര്യം ലഭ്യമാണ്. ചിറ്റുമല ദേവീക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.